ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഫാമിലിൻ്റെയും ഈദ് മുബാറക്. ഇന്ന് ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോൾ എണീച്ചിട്ടുണ്ടായിരുന്നു. ചായക്ക് വെള്ളം വെക്കട്ടെ വിചാരിച്ചിട്ട് അതിന് വെള്ളം എടുക്കുകയാണ് കേട്ടോ. ആദ്യം അതിനൊന്നും നീച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ കുറേ വൈകിട്ടാണ് രണ്ടാളും കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിളിക്കാൻ നിന്നിട്ടില്ല. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കണേ. ഞാൻ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുള്ളത് ഐസ്ക്രീമിൻ്റെ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ. ഹാദിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ കാണുന്നൊക്കെ ബോട്ടിലാണ് അത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക തന്നെയൊക്കെ കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ പുറത്തൊക്കെ കാണാത്തതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. പിന്നെ ഇതാ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ കോഫി ഒന്ന് റെഡിയാക്കി എടുത്തു. ഇന്നലെ സത്യം പറഞ്ഞാൽ രാത്രി കുറേ പ്രാവശ്യം നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോൺ എടുത്ത് നോക്കണ പണി തന്നെയായിരുന്നു. പെരുന്നാളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെയല്ല, രാവിലെ നായിക്കിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ. ഇന്ന് ഇവിടെയാണ് കേട്ടോ പെരുന്നാൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ തറവാട്ടത്തോടൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു രസമാണല്ലോ. പെരുന്നാൾക്ക് അങ്ങനെ കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ വേണമല്ലോ, എന്നാലുള്ള പെരുന്നാളാണെന്ന് തോന്നുള്ളൂ നമുക്ക്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടായിരുന്നു കേട്ടോ. തലേന്ന് നോമ്പറക്ക ഉണ്ടാക്കിയതിൽ ബാക്കി. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പൊറാട്ടയിലും ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അതൊന്നും ആവിക്കിടാന്ന് വിചാരിച്ചിട്ട് അതും വെച്ച് കൊടുത്തുക്കുന്നു. ഇന്ന് ബിരിയാണിയാണ് കേട്ടോ വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൊടുക്കാൻ കേട്ടോ, അതൊന്ന് ശരിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോഴത്തേന് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മക്കാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, ഞാൻ ഒറ്റയ്ക്കുള്ള കൂടെ ഉള്ളത്. പിന്നെ ആദ്യമാണെങ്കിൽ ഓരോ നേരത്ത് ഓരോ സ്വഭാവക്കാരും. അങ്ങനെ സവാളയും തക്കാളിയൊക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തത് ക്യാരറ്റ് ഇരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ. പെരുന്നാളിൻ്റെ ദിവസം എന്തൊക്കെ പണി ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ വേഗം കഴിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ലേ. ഒരു 10 മണിയാകുമ്പോഴത്തേന് നമ്മളെ കുളിയും കൂടി കഴിഞ്ഞിട്ടുണ്ടാവും. അരിടാളം വെള്ളമൊക്കെ അങ്ങനെ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ പള്ളിയിൽ പോവാണ്. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അതിക്ക് ഞങ്ങൾ ഇവിടെ വേവിച്ച് ഊറ്റലാണ് കേട്ടോ. ചിലവർ വറ്റിക്കലാണെന്ന് അറിയും. വേവിച്ച് ഊറ്റിയാലുള്ളൂ ഒരു സമാധാനം കിട്ടല്ലോ. ഓരോ ഭാഗത്തു കൂടിയും ഓരോ സ്റ്റൈലിലാണല്ലോ വെക്കുക. പിന്നെ അതാ മസാലയ്ക്കുള്ള വെല്ലുള്ളിയൊക്കെ ഒന്ന് വഴറ്റാൻ വിചാരിച്ചിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ അപ്പുറത്ത് നിങ്ങൾ നല്ല സൗണ്ടും തിരക്കൊക്കെ കേൾക്കണില്ല എല്ലാവരും. കുട്ടികളോട് കുറേ സമയമായിട്ടോ ഞാൻ മുണ്ടല്ലേ എന്ന് പറയുന്നത്. പിന്നെ എത്ര വിചാരിച്ചിട്ട് അവരോട് പറയാം. അപ്പോൾ പിന്നെ ഞാൻ അവിടെ പറയുന്നത് അവിടെ പറയട്ടെ വിചാരിച്ചാണ് തോന്നുന്നു കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കണം വിചാരിച്ചതായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോൾ എല്ലാതും കണക്ക് തന്നെയല്ലേ, വർത്താനം പറഞ്ഞ് അങ്ങനെ നേരം വൈകി. മസാല ഉണ്ടാക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ. അങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചിക്കൻ പൊരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ചിങ്ങാണ്ട് വേറെ പണിക്ക് പോയതായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ നല്ല രീതിക്ക് എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇട്ടിട്ട് ഓടേണ്ട അവസ്ഥയായിരുന്നു ചിക്കന്. ക്യാമറൻ്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ആർക്കും ക്യാമറയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഓലൊന്നും എടുക്കാത്തത്. അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ചു കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ബിരിയാണിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ബിരിയാണി ദമ്മിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ. കുറച്ച് ക്ലീനിങ് ഉണ്ട്. പിന്നെ നമുക്ക് മസ്റ്റ് അല്ലേ. അപ്പോഴത്തേന് നാത്തൂന് തൈരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇതാ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഹാദിക്ക് നല്ലോണം പറ്റിക്കുന്നു കേട്ടോ അവരെല്ലാവരും ഉണ്ടായിട്ട്. അല്ലെങ്കിൽ മനു സ്കൂളിൽ പോയാൽ ഒറ്റയ്ക്കല്ലേ കളിക്കല്. ഇന്നിപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇവരെ കാണണ്ടായിരുന്നില്ല. ചെന്ന് നോക്കിയപ്പോഴാണ് ഓല് ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നത്. അതൊക്കെ തിന്നുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും എത്തിയതിനു ശേഷം ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും ടേബിളും വെച്ച് കൊടുത്തു. ഞങ്ങൾ എല്ലാവരും താഴെ നിലത്താണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഉണ്ടെങ്കിൽ നിലത്തിരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. വെയിറ്റ് മെഷീൻ കണ്ടവനക്ക് അപ്പോൾ അവൻ്റെ വെയിറ്റ് നോക്കണം. ഇത് ഇളയച്ചൻ്റെ മോനാണ് കേട്ടോ. ഓൻ നിന്നതിൻ്റെ പുറമെ ഓൻ്റെ ഡ്രസ്സൊക്കെ എത്രയാണ് വെയിറ്റ് നടക്കും നോക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാനെൻ്റെ വീട്ടിലേക്ക് പോവാണ്. അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ചാണ് പോരുന്നത്. ഇതിൻ്റെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഓളേറെ എൻ്റെ ഒരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആക്കിക്കാണ്ട് എടുക്കുമെന്ന് വെച്ചപ്പോൾ ഓളെ പൊലിവിന് വേണ്ടിയിട്ടൊന്ന് എടുത്തു കൊടുത്തതായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് അനിയത്തി കൊടുന്നൊരു ഫ്രൂട്ട് ആയിരുന്നു കേട്ടോ. മിറാക്കിൾ ഫ്രൂട്ട് എന്നാണ് പേര് പറഞ്ഞത്. ഓല അടുത്ത വീട്ടിലുണ്ടായിരുന്നത് അത്രേ. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ ഇത് കഴിക്കണത്. ഒരു മധുരവും പുളിപ്പും ഒക്കെ കൂടെ ആയിട്ടായിരുന്നു. ഇവിടെ വീട്ടിൽ നാടൻ ചോറും മോരുകറിയും ബീഫും പയറുപ്പേരി അങ്ങനെയൊക്കെ കേട്ടോ പെരുന്നാൾക്ക് ഉണ്ടാക്കൽ. ഞങ്ങളൊക്കെ വന്നതിൻ്റെ ശേഷം പിന്നെയാണ് ബിരിയാണിയൊക്കെ വെക്കൽ. ഉമ്മാക്കും ഉപ്പാക്കും പെരുന്നാൾക്ക് അതാണ് കേട്ടോ വേറെ ഇഷ്ടം. പിന്നെ ദാനിയൻ്റെ വക രാത്രി പടക്കം പൊട്ടിച്ചലും പൂത്തിരി കത്തിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഓരോ ഈ കാര്യത്തിൽ പ്രത്യേക ഡോക്ടറേറ്റ് എടുത്ത ആളാണ് കേട്ടോ. അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ. നോക്കി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.